തികഞ്ഞ രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി തന്നെയാണ് വി എസിനെയും അദ്ദേഹം എടുത്ത പോരാട്ടങ്ങളെയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കേരളത്തിലെ ജനസാമാന്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളെയും എല്ലാം അത്രമേൽ നെഞ്ചേറ്റിക്കൊണ്ടാണ് വി എസിനൊപ്പം ഈ ജനത ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവേശകരമാണ്. തികഞ്ഞ ബോധ്യവും തികഞ്ഞ രാഷ്ട്രീയവും തികഞ്ഞ കാഴ്ചപ്പാടുകളും ഓരോ ഇഞ്ചിലും പങ്കുവെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഒരു കേവലമായ ആൾക്കൂട്ടത്തിനപ്പുറത്തേക്ക് വളരെ ശക്തമായ നിലയിൽ എന്താണ് വി എസ്, എന്താണ് CPIM, എവിടെയാണ് കേരളം, ആ കേരളം എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു, ആ മുന്നോട്ട് പോക്കിനെയും കേരളത്തിൻ്റെ പുരോഗമന ചിന്തകളെയും ഒരാൾക്കും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഈ ഓരോ കേന്ദ്രവും ഓർമ്മിപ്പിക്കുന്നത്. അത്ര ശക്തമായ നിലയിലാണ് ജനങ്ങൾ ഇങ്ങനെ ഓരോ കേന്ദ്രത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത്, വി എസിനെ കാണാനായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തുടരുകയാണ്. കേശവദാസപുരം എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഭാഗം കടന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും എങ്ങും തിരുവനന്തപുരം നഗരം പോലും കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. 2 മണിക്ക് ആരംഭിച്ച ഈ യാത്ര, ഈ വിലാപയാത്ര, വി എസിൻ്റെ അന്ത്യയാത്ര ഏതാണ്ട് 5 മണിയിലേക്ക് കടക്കുകയാണ്. 3 മണിക്കൂർ പിന്നിടുന്ന സമയമാണ്. അപ്പോഴും തിരുവനന്തപുരം നഗരം പോലും കടന്നിട്ടില്ല എന്നുണ്ട്. സാധാരണഗതിയിൽ ഞാൻ ഈ യാത്രയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഒരു 3 മണിക്കൂർ പിന്നിട്ടാൽ 3-3.5 മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് ആലപ്പുഴയിൽ എത്താവുന്നതാണ്. പക്ഷേ 3 മണിക്കൂറിലേക്ക് യാത്ര എത്തുകയാണ്. അപ്പോഴും തിരുവനന്തപുരം നഗരം പോലും പിന്നിട്ടിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ പ്രശാന്ത് MLA, വട്ടിയൂർക്കാവ് MLA നമ്മൾക്കൊപ്പം ചേരുന്നു. പ്രശാന്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ ഈ യാത്രയുടെ അനുഭവം എന്താണ്? തീർച്ചയായിട്ടും അദ്ദേഹം അവസാനമായി പങ്കെടുത്ത ഒരു പൊതുപരിപാടി വട്ടിയൂർക്കാവിലെ പരിപാടിയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കുറവങ്കോണത്ത് നടന്ന യോഗത്തിലാണ് സഖാവ് ഏറ്റവും അവസാനം പങ്കെടുത്ത പൊതുപരിപാടി. അന്ന് അദ്ദേഹം 2 മിനിറ്റാണ് സംസാരിച്ചത്. ആ 2 മിനിറ്റ് കൊണ്ട് പറയേണ്ടത് പറഞ്ഞ് വിജയിപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്ത് അദ്ദേഹം പിന്നീട് സ്ട്രോക്ക് വന്ന് കിടപ്പിലായി പോകുന്ന 2 മിനിറ്റ് മതി. അതിൻ്റെ ഓളം എല്ലാ വർഷവും നിലനിൽക്കും എന്നുള്ളതാണ്. ഈ കാണുന്ന ജനം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും നൽകുന്ന ആദരം, അത് നിങ്ങളെപ്പോലെയുള്ള പിന്നാലെ വരുന്ന നേതാക്കൾക്ക്, ജനപ്രതിനിധികൾക്ക്, നിയമസഭയിലേക്ക് പോകുന്നു. അദ്ദേഹം കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു, മികച്ച മുഖ്യമന്ത്രിയായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ കാര്യം സൂചിപ്പിച്ചു. ആ നിലയിൽ ഒരു MLA എന്ന നിലയിൽ ഈ ജനങ്ങളുടെ കൂടി ഒരു പങ്കാളിത്തം. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എല്ലാ കാലത്തും അതാത് കാലത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഇപ്പോൾ EMS മരിച്ചപ്പോഴും പലരും പറഞ്ഞു ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. നയനാർ മരിച്ചപ്പോഴും പറഞ്ഞു അങ്ങനെ ഇനി ഇല്ല. അപ്പോൾ അതുപോലെ ഇപ്പോഴും പലരും പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വി എസിനെ പോലെ മുമ്പിൽ നടന്ന നേതാക്കന്മാരുടെ ഊർജ്ജത്തിലാണ് ഞങ്ങളെപ്പോലുള്ള പുറകെ നടക്കുന്നത്. അതുകൊണ്ട് ആ ഊർജ്ജം എല്ലാ കാലത്തും നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഒരു ചെറിയ സന്തോഷം ആഗ്രഹിച്ചോട്ടെ. പക്ഷേ അവരെ പോലുള്ളവരുടെ പടുത്തുയർത്തിയ പ്രസ്ഥാനം ഇങ്ങനെ പുറകെ നടക്കാൻ ആളുള്ളവർ അല്ല, ഞാൻ ഈ യാത്രയിൽ കണ്ടൊരു വലിയ പ്രത്യേകത വെച്ചാൽ ചെറുപ്പക്കാർ, പെൺകുട്ടികൾ, അതുപോലെ തന്നെ സ്ത്രീകളുടെ വലിയ സാന്നിധ്യം, പ്രായമായ ആളുകൾ, അങ്ങനെ പ്രശാന്ത് അത് എത്രമാത്രം എക്സൈറ്റഡ് ആണ് ഈ കാണുന്ന ആളുകളുടെ എല്ലാം മാറ്റിവെച്ച് അവർ വി എസിനെ കാണാനും ഒക്കെ വേണ്ടി സമയം കണ്ടെത്തുകയാണ്. അല്ല, തീർച്ചയായിട്ടും അതാണ് ഈ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. ഇപ്പോൾ വി എസ് ഉൾപ്പെടെ കർഷക പ്രസ്ഥാനവും അങ്ങനെയുള്ള തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായി വന്നവരാണ്. എന്നാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇന്നിപ്പോൾ ആ ഒരു സാഹചര്യമല്ല. അപ്പം മാറുന്ന സാഹചര്യത്തെക്കുറിച്ച് പഠിക്കാൻ ഈ പറയുന്ന വിമർശനം ഉന്നയിക്കുന്നവർ തയ്യാറാകുന്നില്ല. അപ്പോൾ വി എസ് ഒക്കെ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് മൂല്യം ഞങ്ങളെപ്പോലെ പുറകെ വരുന്നവർ ഏറ്റെടുക്കാനുണ്ട് എന്നുള്ളതാണ് ഈ ജനസഞ്ചയം കാണിക്കുന്ന ഒരു അടയാളം. കൗമാരക്കാരും പുതിയ തലമുറയും ഒക്കെ എത്രമാത്രം അവരൊക്കെ ഈ രാഷ്ട്രീയത്തോടൊന്നും അത്ര താല്പര്യമില്ലാത്തവരാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതെ, കേശവദാസപുരത്ത് നമ്മൾ കണ്ടില്ലേ, അതെ ചെറുപ്പക്കാരായ മനുഷ്യരാണ്. അതെ, ചെറുപ്പക്കാരികളും രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അവർക്ക് നല്ല രാഷ്ട്രീയ താല്പര്യമുണ്ട്. കേരളത്തിന് ആവശ്യം വരേണ്ട സന്ദർഭങ്ങളിൽ അവരെല്ലാം ഉയർത്തു വരും. പ്രത്യേകിച്ച് മേയർ നിലയിൽ എനിക്ക് നല്ല അനുഭവമുള്ളവരുണ്ട്. ഇപ്പോൾ പ്രളയ സന്ദർഭങ്ങളിലൊക്കെ ചെറുപ്പക്കാർ ഉയർന്നു വന്നില്ലേ. അപ്പോൾ അത് അവർ തെളിയിക്കേണ്ട സമയത്ത് അത് തെളിയിക്കും. അതാണ് ഇന്ന് കാണുന്ന ഒരു ആൾക്കൂട്ടം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ മാത്രമല്ലല്ലോ ഇവിടെ വരുന്നത്. എല്ലാ വിഭാഗം ചെറുപ്പക്കാരും യുവതികളും ഒക്കെ ഈ ഇതിൻ്റെ ഭാഗമായി വരികയാണ്. അപ്പോൾ അവരെല്ലാം നമ്മുടെ അടയാളങ്ങളായി കൂടി മാറുകയാണ്. അവരൊക്കെ ഈ പോരാട്ടം ഏറ്റെടുക്കും, ഈ പതാക ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് കാണാനുള്ളത്. ശരി, നോക്കൂ എത്രമേൽ ആവേശത്തോടെയാണ് ഇവിടേക്ക് ആളുകളെല്ലാം ഇങ്ങനെ ഈ വിലാപയാത്രയ്ക്കൊപ്പം ചേർന്ന് നടക്കാൻ സമയം കണ്ടെത്തുന്നത്. അത് അവരുടെ മനസ്സിൻ്റെ ഒരു ബോധ്യത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളിതാ ഇങ്ങനെ ഈ വിലാപയാത്രയിൽ വി എസിനെയും വഹിച്ചുകൊണ്ടുള്ള ഈ ബസ്സിനെ വലം വെച്ച് ഒരു ഭാഗത്ത് നിന്ന് കടന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരികയാണ്. അപ്പോഴെല്ലാം കാണുന്ന അത് ഏത് വശത്തേക്കായാലും ഏത് വശത്തുകൂടിയായാലും വലിയ തോതിൽ ആവേശകരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ വരികയാണ്, 2 ഭാഗത്തേക്കും വരികയാണ്. വി എസിനെ കാണാൻ വേണ്ടി വരുന്നു. ഇതാ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇവിടെയാണ് വന്ന് കൈപിടിച്ച് നിൽക്കുന്നത്. ഇവിടെ കൈപിടിച്ചിങ്ങനെ നിന്ന് വി എസിനെ ഒന്ന് കണ്ടുപോവുക എന്നുള്ളതാണ്. തൊഴുന്ന മനുഷ്യരുണ്ട്, കരയുന്ന
മനുഷ്യരുണ്ട്. ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ അല്പനേരം സെക്കൻഡുകൾ മാത്രമാണ് കിട്ടുന്നത്. ആ സെക്കൻഡുകൾ കൊണ്ട് ഇങ്ങനെ കേവലം ഇങ്ങനെ നോക്കി നിൽക്കുക. എത്രയോ തരത്തിൽ എത്ര ഓർമ്മകളും എത്ര ആവേശകരവുമായിട്ടുള്ള ഒരു മഹാനായ ഒരു വലിയ നേതാവിനെ ആദരവോടെ യാത്രയയക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രശാന്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വി എസ് എല്ലാ കാലവും ഈ ആൾക്കൂട്ടത്തിനിടയിലുള്ള നേതാവ് കൂടിയായിരുന്നു. അങ്ങനെ പറഞ്ഞാലും തെറ്റാകില്ല.